ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ വേണ്ടി മറക്കരുത്. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് മഹിമേനെയും മഹിമ വിളിച്ചു വരുത്തിയ രണ്ട് വില്ലന്മാരുണ്ടല്ലോ, അവരെയുമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മഹിമയോട് ആ ഒരു വില്ലൻ പറയുകയാണ്, അത് പിന്നെ ഭക്ഷണം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അത് നമ്മുടെ സച്ചിയോടും രവീന്ദ്രനോടും അവിടെ നിന്ന് എണീറ്റ് പോകാൻ പറയണം. മുമ്പിൽ ഭക്ഷണം വിളമ്പി വെച്ചിട്ട് എണീറ്റ് പോകാൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആർക്കാണെങ്കിലും ദേഷ്യമാവുമല്ലോ. 3-4 VIP വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം തൽക്കാലം രവീന്ദ്രൻ ഇവിടെ നിന്ന് എണീറ്റേ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഈ സച്ചിക്ക് ദേഷ്യം വരില്ലേ. അച്ഛനെ മാറ്റി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെ സച്ചിക്ക് ഒത്തിരി ദേഷ്യം വരും. അപ്പോഴേക്കും പിന്നെ അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുമല്ലോ. പിന്നെ ഇവിടെ വലിയ പ്രശ്നമാകും. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാകും. ഞങ്ങൾ ചെന്ന് ഇടപെടും, തല്ലും, അങ്ങോട്ട് തല്ലും ഇങ്ങോട്ട് തല്ലും. പിന്നെ പ്രശ്നം രൂക്ഷമാകും. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നമുക്ക് ഈ ഒരു പ്രശ്നം വലിയ പ്രശ്നമൊക്കെ തീർക്കാൻ പറ്റും. അതുപോലെ മേഡത്തിന് അല്ല, ഈ ഐഡിയ ഒക്കെ നടക്കുമോ? ഈ ഐഡിയ ഒക്കെ നടക്കുന്നേ. ദേ മേഡം വെയിറ്റ് ചെയ്യുക, മേഡം വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുക. കണ്ടോ, ഇന്നിവിടെ ഒരു കൂട്ടത്തല്ല് നടക്കാൻ പോവുക. ഞങ്ങൾ നൈസായിട്ട് ഭക്ഷണം വിളമ്പി വെച്ച് അങ്ങോട്ടേക്ക് രവീന്ദ്രനെയും സച്ചിനെയും ക്ഷണിക്കും. അവർ വന്നിരിക്കും. വന്ന് ഇരുന്ന ഉടനെ തന്നെ എണീറ്റ് പോകേണ്ടി വരും. പിന്നെ പ്രശ്നമാകും. ദേ ഇതാ ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടുവച്ചിരിക്കുന്ന പ്ലാന്. ഈ പ്ലാൻ വർക്കൗട്ടാകും മേഡം, വർക്കൗട്ടാകും. അത് 100% ഉറപ്പാണ്. മേഡം ഒന്നുകൊണ്ട് മേടിക്കണ്ട. മേഡം ഇവിടെ ഇരിക്കാൻ പറഞ്ഞു കേട്ടോ. ഏതായാലും നമ്മുടെ മഹിമയും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശരിയാ, രവീന്ദ്രനെ പറയുന്നത് ഒരിക്കലും സച്ചിക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഇത് വർക്കൗട്ട് ആവുക തന്നെ ചെയ്യും. ഒരടി ഇവിടെ ഉടനെ തന്നെ ഉണ്ടാകും. നോക്കിക്കോ, എൻ്റെ മരുമകനും എൻ്റെ മോളും എൻ്റെ കൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരും. ഇനി അവിടെ ആയിരിക്കും താമസിക്കാൻ പോകുന്നത്. ഈ മഹിമയോടാ കളി എന്നൊക്കെ പറഞ്ഞോണ്ട് മഹിമയും ഇത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് അവന്മാർ ചെന്ന് നമ്മുടെ ചന്ദ്രയോട് പറയുകയാണ്, ചന്ദ്രയോടല്ല സോറി, നമ്മുടെ രവീന്ദ്രനോട് പറയുകയാണ്, അതെ സാർ വന്ന ആഹാരം കഴിക്കണം. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, അയ്യോ വേണ്ട, ഞങ്ങളിപ്പോൾ കഴിക്കുന്നില്ല, ഞങ്ങൾ പിന്നെ കഴിച്ചോളാം, ആദ്യം ക്ഷണിച്ച് വന്നവരൊക്കെ കഴിക്കട്ടെ. അയ്യോ വേണ്ട വേണ്ട, ഞങ്ങളോട് മഹിമ മേഡം പറഞ്ഞതേ നിങ്ങളെ കൊണ്ട് ഇപ്പം തന്നെ ഭക്ഷണം കഴിപ്പിക്കണമെന്നാ, അതുകൊണ്ട് വാ എല്ലാവരും വന്നിരുന്ന് കഴിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, എങ്കിൽ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുക അച്ഛാ, നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി കഴിക്കുക, ഞാനും രേവതിയും ഒരുമിച്ച് കഴിച്ചോളാം. ഏയ് മോനെ നീ വാ, രേവതി അവർക്കൊക്കെ ഒപ്പം കഴിച്ചോളും, അതുകൊണ്ട് മോൻ വാ നമുക്ക് കഴിക്കാം. എങ്കിൽ പിന്നെ അച്ഛാ വാ എന്നാൽ നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞ് അവർ നേരെ കഴിക്കാൻ വേണ്ടി പോകാൻ തുടങ്ങുകയാണ്. അപ്പം ഒത്തിരി നിർബന്ധിക്കുകയും ചെയ്തല്ലോ. അപ്പം അതുകൊണ്ടാണ് സത്യം പറഞ്ഞ സച്ചിയും രവീന്ദ്രനും അശോകനും കൂടെ ഇത് കഴിക്കാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. സച്ചിക്ക് എന്തോ ചെറിയൊരു പന്തികേടൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം സച്ചി ഇവർ ആവർത്തിച്ച് വിളിച്ചപ്പോൾ പറയുന്നുണ്ട്, പിന്നെ നിങ്ങൾ വിളിച്ചിട്ടൊന്നുമല്ല, ഞങ്ങൾക്ക് കഴിക്കാൻ തോന്നിയിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ മധുസൂദനെയും അതുപോലെ മഹിമേനെയാണ് കാണിക്കുന്നത്. അങ്ങനെ മധുസൂദനൻ പറയുക, നീയല്ലേ പറഞ്ഞത് എന്തൊക്കെയോ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന്, എന്നിട്ട് എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇനി എല്ലാവരും വീട്ടിൽ പോയിട്ടാണോ നിന്റെ പ്ലാൻ നടപ്പാക്കാൻ പോകുന്നത്? അത് പിന്നെ എൻ്റെ കണക്ക് കൂട്ടലൊക്കെ തെറ്റിപ്പോയി മധുവേട്ടാ. നീ ഏർപ്പാടാക്കിയവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. അത് പിന്നെ മധുവേട്ടാ, ഞാൻ പറയട്ടെ, ഞാൻ പ്ലാൻ ചെയ്തതുപോലെ നടന്നില്ല, പക്ഷെ ഇനിയും സമയമുണ്ട്. അവർ വേറൊരു ഐഡിയ പറഞ്ഞു തന്നു. ഡ്രൈവർ രവീന്ദ്രനെ ഇരിക്കുന്ന പന്തിയിൽ നിന്ന് എണീപ്പിച്ച് അപമാനിക്കും. സച്ചിക്കപ്പം ദേഷ്യം വരും, പ്രശ്നം ഉണ്ടാക്കും. കൊള്ളാം, പക്ഷേ ഇത് വല്ലതും നടക്കും എൻ്റെ മഹിമേ? നടക്കും മധുവട്ട, നടക്കും. ശ്രീകാന്തിനെയും വർഷേനെയും കൂട്ടിയിട്ടേ നമ്മൾ ഇന്ന് വീട്ടിലേക്ക് പോകത്തുള്ളൂ, അല്ലാതെ നമ്മൾ ഇന്ന് വീട്ടിലേക്ക് പോവില്ല. ഇന്ന് മുതൽ അവർ നമ്മുടെ വീട്ടിലായിരിക്കും താമസിക്കാൻ പോകുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം. ഇത് വല്ലതും നടക്കുമോ? ഒന്നുകൂടെ ഞാൻ ചോദിക്കുക, ഇതും ഫ്ലോപ്പായി പോവുമോ? ഇല്ലെന്നേ, ഫ്ലോപ്പായി പോകത്തൊന്നുമില്ല. ഇത് നടപ്പാക്കുക തന്നെ ചെയ്യും. അവന്മാരെ നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് രവീന്ദ്രനെ സച്ചിനെയൊക്കെ വിളിക്കാൻ പോയത്. ഏതായാലും ഈ സമയം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രവീന്ദ്രനെയും സച്ചിനെയും അവര് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് ഇരുത്തുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞല്ല, ഈ പന്തിയിൽ എല്ലാവരും ഭക്ഷണം കഴിച്ച് തുടങ്ങിയല്ലോ, പിന്നെ എന്തിനാ ഇപ്പം ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്നത്? അത് പിന്നെ മഹിമ ചേച്ചി പറഞ്ഞിട്ടാ, മഹിമ മേഡം പറഞ്ഞിട്ടാ. മഹിമ മേഡം പറഞ്ഞു നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഇവിടെ തന്നെ സീറ്റ് ഒരുക്കി തരണമെന്ന്, അതുകൊണ്ട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. ഏതായാലും ഇത് പ്രകാരം എന്ത് ചെയ്തു, നമ്മുടെ സച്ചി രവീന്ദ്രനും അശോകനും ഇരുന്നു. അപ്പൊ അശോകനും പറയുന്നുണ്ട് കേട്ടോ, അവർ നിർബന്ധിക്കുന്നതല്ലേ, നമുക്ക് ഇരിക്കാം എന്ന് പറഞ്ഞാട്ടോ സത്യം പറഞ്ഞാൽ അവർ ഇരിക്കുന്നത്. ഏതായാലും
അപ്പം അവിടെ ഒരു കേറ്ററിംഗുകാരൻ വന്നു. അപ്പം അവരോട് പറഞ്ഞു പെട്ടെന്ന് ഇവർക്ക് ഭക്ഷണം വിളമ്പാൻ പറഞ്ഞു. അപ്പം ആ കേറ്ററിംഗുകാരൻ ഭക്ഷണം വിളമ്പാൻ വേണ്ടി തുടങ്ങുകയാണ്. നമ്മുടെ സച്ചിക്ക് അപ്പോഴും എന്തോ ഒരു ചെറിയ സംതിങ് റോങ് തോന്നുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ മഹിമയുടെ അടുത്ത് ഈ വില്ലന്മാർ ചെന്നിട്ട് ദേ നോക്കി ചേച്ചി, അവര് ഞങ്ങളെ പന്തിയിൽ ഇരുത്തിയിട്ടുണ്ട്. ഇനിയിപ്പം നടക്കാൻ പോകുന്നത് എന്താണെന്നേ കണ്ടോ, നോക്കി കണ്ടോ, നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ നടക്കും. അപ്പോഴാണ് പെട്ടെന്ന് അവിടെ മഹിമ നിൽക്കുന്നത് കണ്ടതും നമ്മുടെ രവീന്ദ്രൻ, മഹിമേ വാ, വന്ന് ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് രവീന്ദ്രൻ ചോദിക്കുന്നു. അപ്പം മഹിമ പറഞ്ഞു, ഏയ് ഞാനിപ്പോൾ കഴിക്കുന്നില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം, നിങ്ങൾ കഴിക്കോ എന്നിങ്ങനെ പറയണം. എന്നിട്ട് നമ്മുടെ രവീന്ദ്രനൊക്കെ കേൾക്കാൻ വേണ്ടി മഹിമ പറഞ്ഞു, ഇതേ അവർ ശ്രദ്ധിക്കണം കേട്ടോ, അവർക്ക് വേണ്ടതൊക്കെ വിളമ്പി കൊടുക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ട് മഹിമ അവിടെ നിന്ന് പോവുകയാണ്. ഏതായാലും നമ്മുടെ രവീന്ദ്രൻ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നു. നമ്മുടെ സച്ചി തൊട്ടടുത്ത് ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അശോകനുണ്ട്. അപ്പോഴേക്കും ഭക്ഷണമൊക്കെ വിളമ്പാൻ തുടങ്ങി. ഏതായാലും ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നത്. ഭക്ഷണം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, ആ ഭക്ഷണമൊക്കെ സൂപ്പറാണെന്ന് തോന്നുന്നു പറഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, പിന്നെ നമ്മുടെ രേവതി മോൾ ഉണ്ടാക്കുന്ന പോലെ അത്രയ്ക്ക് സെറ്റപ്പ് ആവുമെന്നൊന്നും തോന്നുന്നില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഓ അങ്ങനെയാണോ, അല്ല ചേട്ടന്മാരെ കൂട്ടുകറി ഇവിടെ കിട്ടിയില്ലോ എന്നിങ്ങനെ പറഞ്ഞ് വിളിച്ചു പോവുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ അശോകൻ പറഞ്ഞു, അല്ല സച്ചി നിനക്ക് നാണമില്ലേ? ആഹാ, നാണിക്കുന്ന എന്തിനാ, ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ചോദിച്ച് മേടിച്ച് കഴിക്കണം, അതിനൊരു നാണക്കേടും വേണ്ട, അതാണ് എൻ്റെ പോളിസി, അതാ എൻ്റെ അച്ഛമ്മ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത്. അതും കൊണ്ട് ഭക്ഷണം കഴിക്കുന്നിടത്ത് നമ്മൾ നാണക്കേട് കാണിക്കാൻ പാടില്ല. രണ്ടാമത് കഴിക്കാൻ തോന്നിയാലേ അപ്പം തന്നെ നമ്മൾ ചോദിക്കുക, മേടിക്കുക, കഴിക്കുക. അല്ലാതെ മറ്റുള്ളവർക്ക് എന്ത് തോന്നുന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു കഴിഞ്ഞാലേ നമ്മുടെ ഈ വയറൊന്നും നിറയില്ല. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മധുസൂദനെയാണ്. മധുസൂദനാണെങ്കിൽ ധൃതിയായിട്ടോ മഹിമയോട് പറയാ, നീ പറയുന്ന പോലെ ഒന്നും നടക്കില്ല. നീ എന്താ മഹിമ ഈ പറയുന്നത്? ദേ നടക്കുന്നേ, അവിടെ അവർ കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞു മധുവേട്ടാ, നോക്കിക്കോ ഇപ്പൊ തന്നെ ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പൊ വീണ്ടും ആ വില്ലന്മാർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദേ എല്ലാം സെറ്റാണ് കേട്ടോ, ഇപ്പൊ ഞങ്ങൾ VIP ഇരിക്കാൻ സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് സച്ചിയുടെ അച്ഛനെ എണീപ്പിക്കും. അപ്പൊ സച്ചിക്ക് ദേഷ്യം വരും എന്നുള്ള കാര്യം ഉറപ്പല്ലേ? ആ അത് ശരിയാ, സച്ചിക്ക് ദേഷ്യം വരും. ദേ നിങ്ങളെ അവർ തല്ലും. അപ്പോഴേക്കാണെങ്കിൽ അയ്യോ അവൻ തല്ലുമോ? അവൻ തല്ലുന്നേ, ഉറപ്പായിട്ടും തല്ലും. കുറെ അടി കിട്ടുന്നവരെ കാത്തു നിൽക്കല്ലോ കേട്ടോ ചേച്ചി, പെട്ടെന്ന് വന്ന് കയറി ഇടപെട്ടോണേ, ഇല്ലെങ്കിൽ ഞങ്ങളുടെ ശരീരം കേടാവുവേ എന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയം അവന്മാർ പോയപ്പോഴത്തേക്ക് നമ്മുടെ മധുസൂദനൻ പറഞ്ഞു, ഒടുക്കം നിന്നെ സമ്മതിച്ചിരിക്കുന്നു മഹിമേ, കൃത്യസമയത്ത് നമ്മൾ പോയി ഇടപെടണം, പ്രശ്നം വലുതാക്കണം, അതുകൊണ്ട് നമുക്ക് അവിടെ പോയി കാത്തു നിൽക്കാം ബാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മധുസൂദനെ മഹിമേനെ കൊണ്ട് പോവുകയാണ് പ്രശ്നം കാണാൻ വേണ്ടി. ഏതായാലും ഈ സമയം നമ്മുടെ മഹിമയും അതുപോലെ തന്നെ മധുസൂദനും ചെന്നപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ രവീന്ദ്രനും സച്ചിയും അശോകനൊക്കെ ഇരുന്ന സ്ഥാനത്തുണ്ടല്ലോ 3 കുട്ടികൾ ഇരുന്ന് ആഹാരം കഴിക്കുകയാണ്. അപ്പൊ അവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബഹുരസാണ് കേട്ടോ. വേറെ ഒന്നുമല്ല അവിടെ സംഭവിച്ചത്, നമ്മുടെ രവീന്ദ്രനും സച്ചിയും അശോകനും ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും 3 കുട്ടികൾ വന്നു കേട്ടോ. അപ്പൊ ഈ കുട്ടികളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, ദേ 3 കുട്ടികൾ വരുന്നുണ്ട്, നമുക്ക് എണീറ്റ് കൊടുക്കാം സച്ചി എന്ന് പറഞ്ഞപ്പോൾ സച്ചി സമ്മതിച്ചില്ല. സച്ചി പറഞ്ഞു, പിന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലേ എണീക്കണത്. അപ്പൊ അശോകൻ പറഞ്ഞു, വേണ്ട സച്ചി, ബാ നമുക്ക് എണീക്കാം, കുട്ടികൾ എന്ന് പറഞ്ഞാലേ ദൈവത്തിന് തുല്യ, അവർ ഈ ഭക്ഷണമൊക്കെ കണ്ടു കഴിയുമ്പം അവർക്ക് കഴിക്കാൻ തോന്നും. സത്യം പറഞ്ഞാൽ അവരുടെ പ്രാക്ക് കിട്ടും നമ്മളിവിടെ ഇരുന്ന് നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ആദ്യം കഴിക്കട്ടെ, ഉണ്ണികൾക്ക് ആദ്യം ഊണ് വിളമ്പണം എന്നാണല്ലോ പന്തിയിൽ, അതാണല്ലോ അതിൻ്റെ ഒരു ചൊല്ല്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഉണ്ണികൾക്ക് തന്നെ ആദ്യം ഊണ് വിളമ്പി കൊടുക്കാം, ബേ മാറിക്കെ എന്ന് പറഞ്ഞിട്ട് അവർ 3 പേരും അവിടെ നിന്ന് എണീറ്റിട്ട് ആ കുട്ടികളെ വിളിച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ കുട്ടികളെ സച്ചി രവീന്ദ്രനൊക്കെ അവിടെ ഇരുത്തിയിട്ട് അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. കാരണം ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് നമ്മുടെ സച്ചിക്ക്. അപ്പം സച്ചി പറയുന്നുണ്ട്, അച്ഛൻ എന്ത് നല്ല മനസ്സാച്ചാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതപ്പം മനസ്സിൻ്റെ ഒന്നും അല്ലടാ, ഇതൊക്കെ ഇങ്ങനെയാടാ, ഞാൻ പറഞ്ഞില്ലേ ഉണ്ണികൾക്ക് ആദ്യ ഊണ്, അത് കഴിഞ്ഞിട്ട് മതി നമുക്ക്, ആദ്യം ആ കുഞ്ഞു ഉണ്ണിവയറൊക്കെ നിറയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് അവരെന്ന് അവിടെ നിന്ന് എണീറ്റ് പോയത്. ഏതായാലും കാത്ത് നമ്മുടെ മഹിമയും മധുസൂദനും വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ചില്ലറ കാഴ്ചയല്ല. 3 കുട്ടികളിരുന്ന് ആഹാരം കഴിക്കാം. ദേഷ്യം വന്നില്ലേ അവന്മാരോട് ചോദിച്ചു, ഇതെന്താടാ 3 പേരെ പിടിച്ചിരുത്തിയെന്ന് പറഞ്ഞിട്ട് എന്തി അവന്മാരെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അയ്യോ അത് പിന്നെ മേഡം, അത് പിന്നെ സാർ, ഇവിടെ ഞാൻ നിങ്ങളെ കൊണ്ട് ഇരുത്തിയതായിരുന്നു. ഇതിപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയത്തില്ലല്ലോ. നിങ്ങൾ കൊണ്ട് ഇരുത്തി എന്ന് പറയുന്നതല്ലാതെ അവരവിടെ ഇരുന്ന് എന്തി, അവരിരുന്ന സ്ഥലത്ത് ഒരു പൂട പോലും കാണുന്നില്ലല്ലോ. ഓഹോ അത് കൊള്ളാലോ എന്ന് പറഞ്ഞ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അവന്മാർക്കിട്ട് നമ്മുടെ മഹിമയുടെ മധുസൂദൻ്റെ വായിൽ നിന്ന് നല്ലത് കിട്ടുകയാണ്. അപ്പോൾ അവന്മാർ അയ്യോ നമ്മൾ അടുത്ത എന്തെങ്കിലും പ്ലാൻ ആലോചിക്കാന്ന് പറയുമ്പോൾ മധുസൂദനൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഇവിടെ നിൽക്കരുത്, വിട്ടുപൊക്കോണെന്ന് പറഞ്ഞപ്പം അത് പിന്നെ ഭക്ഷണം കഴിക്കേണ്ട ഒന്നും കഴിക്കണ്ട, മര്യാദയ്ക്ക് പോകാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. മധുസൂദനാണെങ്കിൽ പിന്നെ നമ്മുടെ മഹിമയുടെ മെക്കിട്ട് കയറാൻ തുടങ്ങി. നീ എന്താ പറഞ്ഞത്, ഈ
ഒരു ചടങ്ങ് വെച്ചത് തന്നെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ? എന്നിട്ട് എന്ത് പ്രശ്നമാണ് ഉണ്ടായത്? ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. ഇപ്പം നിനക്ക് സമാധാനമായില്ലേ? നീ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഒരു പ്രശ്നമായിട്ടുമില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയും പോയി, നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് ഉരയ്ക്കുന്ന വട്ടീനെ മേടിക്കുന്ന വട്ടായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മധുസൂദനൻ ഭയങ്കരമായിട്ട് കിടന്ന് വൈലൻ്റ് ആവുക. ഏതായാലും നമ്മുടെ സച്ചി ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്തോ സംതിങ് റോങ് നമ്മുടെ സച്ചിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം വർഷയുടെയും ശ്രീകാന്തിന്റെ ഫോട്ടോ സെക്ഷനാണ്. അപ്പം കുറെ ക്യാമറമാരൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കണം. അപ്പൊ ഒരു കൂട്ടുകാരി പറയുക, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു ചടങ്ങി കൂടുന്നത്. അത് പിന്നെ നിനക്ക് കല്യാണം ഒന്നും നോക്കുന്നില്ലേ? നോക്കണം, നിന്നെ പോലെ പ്രണയിക്കാനൊന്നും അറിയത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെയാണ് വൈകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം. അതിനിടയിൽ നമ്മുടെ വർഷയുടെയും ശ്രീകാന്തിന്റെയും കണ്ണിലുള്ള നോട്ടവും അവരുടെ ചെറിയ റൊമാൻസ് ഒക്കെയാണ് കാണിക്കുന്നത്. ഇതിനിടയിൽ നമ്മുടെ ഭാമേനെയും ചന്ദ്രനെയും കാണിക്കും. അങ്ങനെ ഭാമ ചന്ദ്രനോട് പറയാ, നീ ഇവിടെ നിന്നാ മതിയോ? വർഷയ്ക്കും നമ്മുടെ ശ്രുതിക്കും ദൃഷ്ടിദോഷം മാറ്റണ്ടേ? ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. ബാ, നീ ചെന്ന് ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വാ. അവക്കെന്താ തനിയെ വരാൻ അറിയില്ലേ? ഞാൻ പോയി അവളെ കൂട്ടിക്കൊണ്ട് വരണോ? എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല അവളെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി അവിടെ വന്നു. രേവതി വന്നപ്പോഴത്തേക്കും ഭാമ പറഞ്ഞു, രേവതി മോളെ ദോഷം മാറ്റണം, അതുകൊണ്ട് നീ ചെന്ന് ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വാ. ശരി, ഞാനിപ്പോൾ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അങ്ങ് പോയി കേട്ടോ. ചന്ദ്രയ്ക്കാണെങ്കിൽ കലിമൂത്തിരിക്കുകയാണ്. നമ്മുടെ ശ്രുതിയെ കാണാൻ പോയിട്ട് നമ്മുടെ ശ്രുതിയെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞ് ഇപ്പൊ തിളച്ചവെള്ളം കോരി ഒഴിക്കാനുള്ള ദേഷ്യമുണ്ട് കേട്ടോ. ഈ സമയത്താണെങ്കിൽ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതിനെയാണ്. ശ്രുതി വീണ്ടും ചങ്കി കൈവച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അടുത്ത് നമ്മുടെ മീരയുണ്ട്. അങ്ങനെ നമ്മുടെ ശ്രുതി പറഞ്ഞു, ആൾക്കാരുടെ മുമ്പിൽ നാണം കെടാതിരിക്കാൻ ആദ്യം കൂടുതൽ പ്രശ്നം ഉണ്ടാക്കരുത്, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ നിന്ന് അവരെന്നെ വലിച്ചു പുറത്തിട്ടേനെ, 100% ഉറപ്പാ. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി ശ്രദ്ധ മാറിയില്ലെങ്കിൽ അച്ഛൻ്റെ കാര്യം വീണ്ടും എടുത്തിടും. മിക്കവാറും അച്ഛൻ വരാത്തത് കൊണ്ട് എന്നെ വീട്ടിലും കയറ്റില്ല. അഥവാ വീട്ടിൽ കയറ്റിയാൽ തന്നെ എനിക്കവിടെ മനസ്സമാധാനത്തോടു കൂടി കഴിയാൻ പറ്റുമോ? നീ ടെൻഷൻ ആകാതെ. എന്ത് ചെയ്യണമെന്നൊരു പിടിയും കിട്ടുന്നില്ല. എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും എൻ്റെ പൊന്നു മീരയെന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയത്താണ് നമ്മുടെ രേവതി വരുന്നത്, ശ്രുതി എന്ന് വിളിച്ചുകൊണ്ട്. അങ്ങനെ രേവതി അകത്തേക്ക് കയറി വരുന്നു. ശ്രുതി എന്ത് പറ്റിയെന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, ഒന്നുമില്ല, ഞാൻ വന്നത് വേറെ ഒന്നുമല്ല, അമ്മ വിളിക്കുന്നുണ്ട്, ദൃഷ്ടിദോഷം അകറ്റാന് പെട്ടെന്ന് വരണേ, എനിക്ക് ഞാൻ പൊക്കോട്ടെ, അങ്ങോട്ടേക്ക് വരണോട്ടോ എന്ന് പറഞ്ഞിട്ട് നേരെ ഇറങ്ങി പോവുകയാണ് നമ്മുടെ രേവതി. ഈ സമയത്താണെങ്കിൽ നമ്മുടെ മീര പറഞ്ഞു, എന്നാ പിന്നെ ഇനി സമയം കളയണ്ട, ഈ മാല എടുത്തിട്ട് നമുക്ക് മണ്ഡപത്തിലേക്ക് പോകാൻ നോക്കാം, ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാകരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും നേരെ മണ്ഡപത്തിലേക്ക് ചെല്ലുകയാണ്, മീരയും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയും. ഈ സമയത്താണ് നമ്മുടെ വർഷയ്ക്ക് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ, ഞാൻ മടുത്തു, ആരതി ഒഴിയുന്നു, ചടങ്ങ് കഴിഞ്ഞു, ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? അല്ല, ഞാൻ ഈ മാലയൊന്ന് ഊരി വെക്കട്ടെ എന്ന് പറഞ്ഞ് മാല അങ്ങ് ഊരി വെക്കുകയാണ്. എന്നിട്ട് കൂട്ടുകാരികളോട് ചോദിക്കുന്നു, നിങ്ങളിപ്പം വീട്ടിലേക്ക് പോകുന്നുണ്ടോ അതോ നാളെ വീട്ടിലേക്ക് വന്നിട്ട് പോകുന്നതേ ഉള്ളോ? അത് പിന്നെ ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് പോകും എന്നിങ്ങനെ പറയുകയാണ്. അപ്പം നമ്മുടെ ശ്രുതി അല്ല, വർഷം അത്യാവശ്യം ആഭരണങ്ങളൊക്കെ അഴിച്ചു വെക്കുകയാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ അഴിച്ചു വെക്കുകയാണ്, മാല ഊരി വെക്കുകയാണ്. ഭയങ്കരമായിട്ടൊരു വിഷമമാണല്ലോ നമ്മുടെ വർഷയ്ക്ക് ആ ഒരു ആഭരണങ്ങളൊക്കെ അണിയുന്നത്. അതുകൊണ്ടാട്ടോ എല്ലാവർക്കും ഊരി വെച്ചുകൊണ്ടിരിക്കുന്നത്. ആ റൂമിൽ തന്നെയാണ് ഊരി വെക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് വന്നിട്ട് പറഞ്ഞാൽ, നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചു. എങ്കിൽ പിന്നെ വർഷ നമുക്ക് പോയി ഭക്ഷണം കഴിക്കാന്ന് പറയുമ്പോഴത്തേക്കും വർഷ പറഞ്ഞു, വേണ്ട ശ്രീകാന്തെ, കുറച്ച് കഴിഞ്ഞിട്ട് പോയി ഭക്ഷണം കഴിക്കാം, സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലേ ഇതൊക്കെ ഒന്ന് അഴിച്ചു വെക്കട്ടെ. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഏതോ ഒരു അമ്മൂമ്മ വന്നിട്ട്, അല്ല മോളെ, നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ? അല്ല, ഓർമ്മയില്ലല്ലോ എന്ന് വർഷ പറഞ്ഞപ്പം, 10-15 വർഷമായില്ലേ കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോഴത്തേക്ക് ഓർമ്മയുണ്ട്, മോളുടെ കല്യാണത്തിന് പോലും കൂടാൻ പറ്റിയില്ലല്ലോ, ഇതിനെങ്കിലും കൂടാൻ പറ്റിയില്ലോ, ഏതായാലും മോള് പോയി ഭക്ഷണം കഴിക്കുക, ഇനിയേ സമയം താമസിക്കണ്ട, ഭക്ഷണം കഴിക്കാൻ ചെല്ല് എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്ത് ചോദിച്ചു, അല്ല നിന്റെ ബന്ധുവാണോ അത്? അല്ല, നിനക്ക് അടുത്ത് അറിയാവുന്ന പോലെയല്ലേ സംസാരിച്ചത്? ആർക്കറിയാം, എനിക്കൊന്നും അറിയത്തില്ല, ഞാനൊരു മാനേഴ്സിന് വേണ്ടി സംസാരിച്ചതല്ലേ. അതെ, ഇവിടെ നിന്നാലേ ഇതുപോലെ ആരെങ്കിലും ഒക്കെ വരും, പെട്ടെന്ന് ഇതുപോലെ രക്ഷപ്പെടണം, എന്നാ പിന്നെ നമുക്ക് പോയി ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ റൂമിനകത്ത് നിന്ന് നമ്മുടെ ശ്രീകാന്തും വർഷയും അതുപോലെ തന്നെ കൂട്ടുകാരികളും ഒക്കെ ഇറങ്ങി പോവുകയാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ രേവതിയോട് ഭാമ ചോദിക്കുക, അതെ വർഷ എവിടെ? നീ വർഷനെ കണ്ടോ രേവതി? എല്ലാവരും ഒന്നിച്ച് ക്ഷേത്രത്തിൽ പോണെന്നേ നമ്മുടെ ചന്ദ്ര പറഞ്ഞതാ, അതുകൊണ്ട് നീ പോയി വർഷനെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ട് നമ്മുടെ രേവതിനെ നേരെ വർഷനെ കൂട്ടാനായിട്ട് റൂമിലേക്ക് വിടുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി റൂമിലേക്ക് ചെന്നിട്ട് മോളെ വർഷ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പൊ അവിടെ വർഷ കാണുന്നില്ല, വർഷ ചോറിനാനായിട്ട് പോയല്ലോ. ഈ സമയത്ത് നമ്മുടെ രേവതി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും
മാലയിൽ എന്തോ ചുറ്റിക്കിടക്കുന്നു. പെട്ടെന്നാട്ടോ കണ്ണിൽ ശ്രദ്ധപ്പെട്ടത്. അങ്ങനെ മാലയിൽ, അതായത് പൂമാലയിൽ എന്തോ ചുറ്റിക്കിടക്കുന്നു. നോക്കിയപ്പോഴത്തേക്കും ഒരു മാല. ഈ മാല കണ്ടത് നമ്മുടെ രേവതിശോ, ഈ പെങ്കുച്ചിന് ഒരു ശ്രദ്ധയുമില്ലേ, ഈ വർഷം എന്താ ഈ കാണിക്കുന്നത്? മാല ഊരിപ്പം ചെയിന് കുടുങ്ങിയതാന്നാ തോന്നുന്നത്. വർഷം ശ്രദ്ധിച്ച് കാണത്തില്ലായിരിക്കും. മറ്റാരും ഇത് കാണാത്തത് ഭാഗ്യം. അയ്യോ, ഇപ്പൊ സ്വർണത്തിന് എന്ത് വിലയാ, പോയാൽ എന്ത് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ആ മാലയിൽ നിന്ന്, ആ ഒരു പൂമാലയിൽ നിന്ന് ആ ഒരു മാല സെപ്പറേറ്റ് ചെയ്യാണ് കേട്ടോ. ഈ ഒരു സമയത്താണ് നമ്മുടെ മധുസൂദൻ അങ്ങോട്ടേക്ക് വരുന്നതും മധുസൂദന് ഇത് കാണുന്നതും. പിന്നെ പറയാനുണ്ടോ, മധുസൂദനെ നോക്കിയപ്പോഴത്തേക്ക് മോളുടെ മുറിയിൽ നമ്മുടെ രേവതി കയറി മാല ഇങ്ങനെ ഊരിക്കൊണ്ടിരിക്കുന്നു. ദേഷ്യം വന്ന് നമ്മുടെ മധുസൂദന്. അതുമാത്രമല്ല, കിട്ടിയൊരു അവസരമാണ് അത് നമ്മുടെ മധുസൂദൻ പ്രയോഗിക്കുകയും ചെയ്യൂല. അപ്പോഴത്തേക്കും മധുസൂദൻ ചോദിച്ചു, അല്ല നീ എന്താ ഇവിടെ, നീ ഇവിടെ എന്ത് കാണിക്കുക? അപ്പം നമ്മുടെ രേവതി പറഞ്ഞു, അതെ കുരുക്കഴിച്ചെടുക്കുക, വർഷയുടെ മാലയില്ലേ, ആ മാലയിലെ ചെയിൻ കുരുങ്ങിപ്പോയിന്ന്. മധുസൂദന് കിട്ടിയ അവസരമല്ലേ. മധുസൂദന് അപ്പൊ തന്നെ, ഓഹോ എന്താടി നീ പറഞ്ഞത്, മാലയിലെ ചെയിൻ കുരുങ്ങിപ്പോയെന്നോ? ഓഹോ അത് കൊള്ളാലോ. നീ ഈ മുറി കയറിയത് ഈ മാലയിൽ ചെയിൻ കുരുങ്ങിപ്പോയത് നേരത്തെ കണ്ടിട്ടാണോ? നീ മോഷ്ടിക്കാനല്ലേ കയറിയത്? അപ്പോഴത്തേക്കും നമ്മുടെ രേവതി വെച്ച്, മോഷ്ടിക്കാനോ? മോഷ്ടിക്കാനൊന്നുമല്ല ഞാൻ ഇങ്ങോട്ട് കയറിയത്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിനക്കൊന്നും മനസ്സിലാവില്ല അല്ലേ? നീ മോഷ്ടിക്കാനല്ലല്ലേ ഇവിടെ കയറിയത്. എനിക്കെല്ലാം മനസ്സിലായടി. നീ ഇവിടെ കയറിയത് മോഷ്ടിക്കാൻ വേണ്ടി തന്നെയാ. നീ അഭിനയിക്കരുത് കേട്ടോ. അയ്യോ, ഞാനൊരിക്കലും മോഷ്ടിക്കാൻ വേണ്ടി അല്ല ഇങ്ങോട്ട് കയറിയത്. അപ്പോഴത്തേക്കും നമ്മുടെ മധുസൂദൻ പെട്ടെന്ന് മഹിമേനെ വിളിക്കുകയാണ്. അപ്പോഴത്തേക്കും ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ മഹിമയും എത്തി. മഹിമ വന്നപ്പോഴത്തേക്ക് നമ്മുടെ രേവതിയുടെ കയ്യിൽ മാല ഇരിക്കുകയാണ്. അപ്പൊ മഹിമ ചോദിച്ചു, എന്താ ഇവള് മോഷ്ടിക്കാൻ കയറിയതാ, ഇവളുടെ കയ്യിൽ മാല ഇരിക്കുന്ന കണ്ടോന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും മഹിമ, എന്താടി നീ കാണിക്കുന്നത്? നിനക്ക് എന്ത് ധൈര്യം ഇരുന്നിട്ടാടി ഈ റൂമിൽ കയറി മാല മോഷ്ടിക്കുന്നത്? അല്ല, നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നത്? ഒരിക്കലും ഞാൻ മാല മോഷ്ടിക്കാൻ വേണ്ടി കയറിയതല്ല. വർഷയുടെ മാല മോഷ്ടിച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുകയാണല്ലേ. നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? മാലയിൽ ചെയിൻ കുരുങ്ങി കിടക്കുന്നത് കണ്ടപ്പോൾ വർഷയ്ക്ക് കൊടുക്കാൻ വേണ്ടി കുരുക്കഴിച്ചെടുത്തതാ ഞാന്. നീ കള്ളം പറയരുത്, ഞാൻ എല്ലാം നേരിക്കണ്ടു. ഇവളെ മാല മോഷ്ടിക്കാൻ വേണ്ടി തന്നെയാ കയറിയത്. അയ്യോ സത്യമായിട്ടും അല്ല, ഞാൻ മാല മോഷ്ടിക്കാൻ വേണ്ടി അല്ല ഇതിനകത്ത് കയറിയത്. ഞാൻ വർഷേനെ വിളിക്കാൻ വേണ്ടി വന്നതാ. അപ്പോഴാ ഞാൻ ഇവിടെ ഈ മാല കിടക്കുന്നത് കണ്ടതും ഇത് വേറെ ആരെങ്കിലും എടുക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അത് സേഫ് ആക്കാനാ ഞാൻ നോക്കിയെന്ന് പറഞ്ഞപ്പം, നീ കൂടുതൽ കിടന്ന് ഉരുണ്ട് കഴിക്കല്ലേ. ഓഹോ, സ്വന്തക്കാരുടെ ഫംഗ്ഷനിൽ തന്നെ മോഷ്ടിക്കുക. നീ കൊള്ളാലോടി പേരും കള്ളി. നിന്റെ പണി ഇതായിരുന്നല്ലേ? ഇതിനായിരുന്നല്ലേ നീ അവിടെ കിടന്ന് പരിങ്ങി കളിച്ചത്? എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മോഷ്ടിച്ചില്ല, ഞാൻ മോഷ്ടിക്കാൻ വേണ്ടി ചെയ്തതല്ല ഇത്. ഇങ്ങനെയൊന്നും നിങ്ങൾ പറയരുത് കേട്ടോ. സത്യമായിട്ടും ഞാൻ മോഷ്ടിച്ചതല്ല, ഞാൻ മോഷ്ടിച്ചിട്ടുമില്ല. നേരിൽ കണ്ട എന്റെ മുമ്പിലാണോ നിന്റെ അഭിനയം? നീ മോഷ്ടിച്ചത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് നേരിൽ കണ്ടതാ. നീ പേരും കള്ളി. മോഷ്ടിക്കാൻ വേണ്ടി മാത്രമാ നീ ഈ റൂമിലേക്ക് കയറിയത്. അതെനിക്ക് ഉറപ്പായിട്ട് അറിയാന്ന് പറഞ്ഞപ്പോ രേവതി കരയാൻ തുടങ്ങി കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ചന്ദ്രയും ഭാമയും ശ്രദ്ധിക്കുന്നു, അതുപോലെ തന്നെ സുധി ശ്രദ്ധിക്കുന്നു. അപ്പൊ ഇവരെല്ലാം പതുക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് ഈ ഒച്ച കേട്ടത്. ഏതായാലും ശ്രുതിക്ക് ചെറിയൊരു ആശ്വാസമായി. മീരിയോട് പറഞ്ഞ് എന്തോ വലിയ പ്രശ്നമാണല്ലോ, പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങും. അപ്പൊ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായി എത്രയും പെട്ടെന്ന് വരാട്ടെ. അപ്പോൾ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകണേ. അടുത്ത വിശേഷം നമ്മുടെ നയനിയുടെയും ആദർശിന്റെയും കഥയാണ്. അപ്പൊ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.